രണ്ടാമത് ഇറാൻ അമേരിക്ക പരോക്ഷ ചർച്ച ചൊവ്വാഴ്ച ജനീവയിൽ. ഒമാൻ വിദേശകാര്യമന്ത്രിയായിരിക്കും ഇക്കുറിയും പരോക്ഷ ചർച്ചയുടെ ഇടനിലക്കാരൻ. അതിനിടെ ഇറാന് യുറേനിയം സമ്പുഷ്ടീകരണം വേണ്ടതില്ലെന്ന് US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. ഇറാനിൽ ഒരു ഭരണമാറ്റമാകും ഗുണകരമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. ഇറാന്റെ കാര്യത്തിൽ എല്ലാ സാധ്യതകളും ട്രംപ് പരിഗണിക്കുന്നതായും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. ഇറാനിൽ US സൈനിക നടപടി ഉടൻ വേണമെന്ന് വിമത നേതാവ് അലി റിസ പഹ്ലവി ആവശ്യപ്പെട്ടു. ഇറാനെ ലക്ഷ്യമിട്ട് ഗൾഫിലേക്ക് മറ്റൊരു കൂറ്റൻ വിമാനവാഹിനി കപ്പലും യുദ്ധസന്നാഹങ്ങളും അമേരിക്ക അയച്ചു. സൈനിക നീക്കം മേഖലയെ മുഴുവൻ ബാധിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. MCA നാസർ വിശദാംശങ്ങളുമായി ദുബായിൽ നിന്നും. MCA, എന്താണ് നിലവിലെ സാഹചര്യം? വീണ്ടും ഒരു യുദ്ധസന്നാഹം അമേരിക്കയുടെ ഭാഗത്തുനിന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ നീക്കങ്ങൾക്ക് പിന്നിലുള്ള അണിയറ നീക്കങ്ങൾ എങ്ങനെയാണ്? സൈഫുദ്ദീൻ, ഒരു ഭാഗത്ത് നയതന്ത്ര നീക്കം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തെളിയിക്കുക, അതോടൊപ്പം തന്നെയാണ് ഏറ്റവും കടുത്ത നടപടിക്കും അമേരിക്ക സന്നദ്ധമാണ് എന്ന് ഇറാന് നിരന്തരമായിട്ട് മുന്നറിയിപ്പ് നൽകുക. ഈ രണ്ട് ദിശയിൽ, രണ്ട് തലങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ഇറാന്റെ കാര്യത്തിൽ ഇപ്പോൾ അമേരിക്കൻ നേതൃത്വം സ്വീകരിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസം മസ്കത്തിൽ നടന്ന അമേരിക്ക ഇറാൻ പരോക്ഷ ചർച്ചയിൽ താൻ ഒട്ടും തൃപ്തനല്ല എന്ന കൃത്യമായിട്ടുള്ളൊരു സന്ദേശം കൂടി ട്രംപ് നൽകുന്നുണ്ട്. അതിന്റെ ഭാഗം കൂടി ാണ് ഈ പുതിയ ഒരു പടക്കപ്പൽ ജെറാൾഡ് ആർ ഫോർഡ് എന്ന പുതിയ യുദ്ധക്കപ്പൽ കൂടി മേഖലയിലേക്ക് അയക്കാനുള്ള തീരുമാനം. ഏതാണ്ട് 60-ലധികം പോർവിമാനങ്ങൾക്ക് ശേഷിയുള്ള ഒരു കപ്പൽ കൂടിയാണിത്. ഇതുകൂടി വരുന്നതോടുകൂടി കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു ആക്രമണത്തിന് തങ്ങൾ ഒരുക്കമാണ് എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇറാന് ഈ ഒരു നടപടിയിലൂടെ അമേരിക്ക നൽകുന്നത്. ഒരു പക്ഷേ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഒരു സൈനിക നടപടിക്കാണ് അമേരിക്ക നീക്കം നടത്തുന്നതെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനീവയിൽ ചൊവ്വാഴ്ച ഇറാൻ അമേരിക്ക പരോക്ഷ ചർച്ച നടക്കാനുള്ള ഒരു തീരുമാനം. നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ഒമാന്റെ മധ്യസ്ഥതയിലായിരിക്കും ഈ ചർച്ച നടക്കുക. എന്തായാലും അടിയന്തരമായ ചില സന്ദേശങ്ങൾ ഒമാൻ വിദേശകാര്യമന്ത്രിക്ക് അമേരിക്ക കൈമാറി എന്ന റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും ഇറാൻ നേതൃത്വവുമായിട്ട് ഒമാൻ നേതൃത്വം ഇത് സംബന്ധിച്ച ആശയവിനിമയം തുടരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ബോധ്യപ്പെട്ടതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ നിന്നും കേവലം ആണവ പദ്ധതിയോ ആണവ കരാറിൽ മാത്രം അമേരിക്ക തൃപ്തരാകുന്നില്ല. നേരെ മറിച്ച് ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, അതോടൊപ്പം തന്നെ മേഖലയിൽ പ്രോക്സികളെ പിന്തുണയ്ക്കുന്ന ഇറാന്റെ സമീപനം, ഇക്കാര്യത്തിലും കൃത്യമായിട്ടുള്ള ചില തീരുമാനങ്ങൾ, ചില ഉറപ്പുകൾ. മാത്രമല്ല, ഇറാനിൽ ഭരണമാറ്റം വേണമെന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു ട്രംപ്. അപ്പോൾ രണ്ടാം ഘട്ട പരോക്ഷ ചർച്ച ജനീവയിൽ നടക്കുമ്പോൾ ഒമാൻ തന്നെയാണ് അതിന് മധ്യസ്ഥത വഹിക്കുന്നതെങ്കിൽ കൂടിയും ഒന്നാം ഘട്ടത്തിൽ നിന്നുള്ള എന്തെല്ലാം വ്യത്യാസങ്ങൾ രണ്ടാം ഘട്ടത്തിൽ ഉണ്ടാകും? പ്രത്യേകിച്ച് അമേരിക്കയുടെ ആവശ്യങ്ങളിൽ, ഇറാന്റെ ഡിമാൻഡ്സിൽ, ഇതിലൊക്കെ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും MCA? സൈഫുദ്ദീൻ, ഇറാൻ വളരെ കൃത്യമായി തന്നെ അവരുടെ നിലപാട് നേരത്തെ മുതൽ തന്നെ ആവർത്തിക്കുന്നുണ്ട്. ആണവ കരാറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാകും. ആ ചർച്ചയിൽ പരമാവധി വിട്ടുവീഴ്ചകൾക്ക് തങ്ങൾ ഒരുക്കമാണ്. ആ വിട്ടുവീഴ്ച എന്നത് യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് ഗണ്യമായിട്ട് കുറയ്ക്കാൻ ഒരുക്കമാണ്. പക്ഷെ അത് കൃത്യമായിട്ടുള്ള ചില ഉപാധികളുടെ പുറത്തായിരിക്കും. അതായത് നേരത്തെയൊക്കെ തങ്ങളുടെ രാജ്യത്തിന് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഉപരോധങ്ങളുണ്ട്, അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും. ആ ഉപരോധ നടപടികൾ പൂർണ്ണമായിട്ടും പിൻവലിക്കുകയാണെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് പരമാവധി കുറയ്ക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റൊരു കാര്യവും, പ്രധാനമായിട്ടും ഈ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, മേഖലയിലെ പ്രോക്സികളെ പിന്തുണയ്ക്കുന്ന സമീപനം, ഇക്കാര്യത്തിൽ ഇതൊന്നും ഒരു ചർച്ചയിലേക്ക് പോലും കൊണ്ടുവരാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. പക്ഷേ അമേരിക്ക ഇക്കാര്യത്തിൽ, പ്രത്യേകിച്ചും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ 3 മണിക്കൂറിലധികം നേരമാണ് ട്രംപുമായി ചർച്ച നടത്തിയത്. അതിൽ നെതന്യാഹു മുന്നോട്ട് വെച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ട്രംപ് മധ്യസ്ഥതയോടെ ആവശ്യപ്പെടുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ആ ഉപാധികൾക്ക് ഇറാൻ വഴങ്ങിയിട്ടില്ല എങ്കിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകും. നേരത്തെ സൈഫ് സൂചിപ്പിച്ചതുപോലെ ഇറാനിൽ ഒരു ഭരണമാറ്റമാണ് ഏറ്റവും നല്ലത് എന്ന ഒരു പ്രതികരണം കൂടി ട്രംപ് നടത്തിയിരിക്കുന്നു. അപ്പോൾ ആണവ കരാർ രൂപപ്പെടുത്തുകയോ അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലിന്റെ എണ്ണം കുറയ്ക്കുകയോ അല്ലെങ്കിൽ പ്രോക്സികൾക്കുള്ള പിന്തുണ പിൻവലിക്കുക മാത്രമല്ല, അതുകൊണ്ട് മാത്രം ട്രംപ് തൃപ്തനാകുന്നില്ല. ട്രംപും ഭരണ
ഭരണകൂടവും ആഗ്രഹിക്കുന്നത് പൂർണ്ണമായും ഈ ഒരു നിലവിലുള്ള പരമോന്നത ആത്മീയ നേതാവ് ആയത്തുല്ല അലി ഖാംനെയുടെ ഭരണമാറ്റം തന്നെയാണ്. അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഇപ്പോൾ മ്യൂണിക്കിൽ ഇന്ന് ലക്ഷങ്ങൾ പങ്കെടുത്തൊരു റാലി നടന്നു. യൂറോപ്യൻ വംശജരും ആ റാലിയിൽ വലിയ തോതിൽ തന്നെ പങ്കെടുത്തിരുന്നു. അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പിന്നെ പഹ്ലവിയുടെ മകൻ അലി റിസ പഹ്ലവി അതിൽ സംസാരിച്ചത്. എത്രയും പെട്ടെന്ന് പിന്നെ സൈനിക നടപടി ഇറാന് നേരെ ഉണ്ടാകണമെന്നൊരു അഭ്യർത്ഥനയാണ് നേരത്തെയുള്ള പ്രസിഡന്റിന്റെ മകൻ വിപ്രവാസ ജീവിതം നയിക്കുന്ന അലി റിസ പഹ്ലവി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. യൂറോപ്പിന്റെയും മറ്റു രാജ്യങ്ങളുടെയും പിന്തുണ കൂടി നേടിയെടുത്തുകൊണ്ട് ഇറാനെതിരായിട്ടുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ട്രംപ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇറാൻ വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നയതന്ത്ര ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾ ഒരുക്കമാണ്. പക്ഷേ സൈനികമായിട്ടാണ് പിന്നെ നീക്കം നടത്തുന്നതെങ്കിൽ അതിശക്തമായിട്ട് തിരിച്ചടിക്കും. അതിൻ്റെ പ്രത്യാഘാതം എന്നത് വളരെ പരിമിതമായിരിക്കില്ല, ഒരുപാട് തലങ്ങളിലേക്ക് അത് വ്യാപിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഏറ്റവും അവസാനമായിട്ട് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. സൈഫുദ്ദീൻ. ശരി, എന്തായാലും രണ്ടാം ഘട്ട പരോക്ഷ ചർച്ച ജനീവയിൽ വെച്ചാണ് നടക്കുന്നത്. പക്ഷേ ആ ചർച്ച ആദ്യഘട്ട ചർച്ചയിൽ വളരെ പോസിറ്റീവായ നീക്കങ്ങളുണ്ടായിരുന്നു. രണ്ടാം ഘട്ട ജനീവ പരോക്ഷ ചർച്ചയിലും പോസിറ്റീവായ നീക്കങ്ങൾ നടക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതേസമയം അമേരിക്ക വീണ്ടും യുദ്ധസന്നാഹങ്ങളുമായി ഇറാനെതിരെ നിലയുറപ്പിക്കുന്നു എന്നത് ആശങ്കാജനകമായ കാര്യവുമാണ്. വിശദാംശങ്ങൾ